ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസിലെ ലാസ്റ്റ് ചാപ്റ്ററായ സേഫ്റ്റി ഇൻ ഫുഡ് ട്യൂബ്, സുരക്ഷ ഭക്ഷണത്തിലും എന്ന ചാപ്റ്ററിലെ ഒരു കുഞ്ഞു ടോപ്പിക്കാണ്. അപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു നല്ല ഭംഗിയുള്ള പിക്ചർ കാണാൻ പറ്റുന്നില്ലേ? എന്താ ഉള്ളത്? കുറേ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടല്ലേ അല്ലേ? മാങ്ങയുണ്ട്, കൈതച്ചക്കയുണ്ട്, ക്യാരറ്റ് ഉണ്ട്, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഇതൊക്കെ കഴിക്കാൻ? പറയുമ്പോൾ തന്നെ മിസ്സിന്റെ വായിലും വെള്ളം ഊറുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഇങ്ങനെ ഉപ്പിലിട്ട് വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കുറേ ദിവസത്തേക്ക് കേടുകൂടാതെ നിൽക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങളെ വീട്ടിലൊക്കെ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ അത് കുറേ ദിവസത്തേക്ക് ഒന്നും സംഭവിക്കാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണം? അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പൊ മക്കളെ, ഇങ്ങനെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപ്പിലിട്ട് വെക്കുന്ന സമയത്ത് ഈ സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് വെള്ളത്തിലെ ഉപ്പ് എന്ത് ചെയ്യും? ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലെ വെള്ളം വലിച്ചെടുക്കും. ഈ ഭക്ഷണ പദാർത്ഥം, ഫുഡ് ഐറ്റംസ്, നമ്മൾ എന്താണോ ഉപ്പിലിട്ട് വെച്ചത്, മാങ്ങയോ കൈതച്ചക്കയോ എന്ത് വേണമെങ്കിലും ആവട്ടെ, അതിൽ നിന്നുള്ള വെള്ളം ആര് വലിച്ചെടുക്കും? ഈ ഉപ്പ് വെള്ളത്തിലുള്ള ഉപ്പ് വലിച്ചെടുക്കും. അപ്പൊ ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നുള്ള വെള്ളം മാത്രമല്ല, ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ, ഈ ഫുഡ് ഐറ്റംസിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും, ആ സൂക്ഷ്മ ജീവികളിൽ നിന്നു കൂടെ വെള്ളം വലിച്ചെടുക്കും. അപ്പൊ ഇങ്ങനെ വെള്ളം വലിച്ചെടുക്കുന്ന സമയത്ത്, ഈ സൂക്ഷ്മ ജീവികളിലുള്ള വെള്ളം വറ്റുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ വെള്ളം വറ്റിപ്പോകുമ്പോൾ അതിൻ്റെ കോശദ്രവ്യം നശിച്ചു പോവും. അതായത് അതിൻ്റെ മൈക്രോ ഓർഗാനിസത്തിന്റെ സൈറ്റോപ്ലാസം കൂടെ നശിച്ചു പോവും. അങ്ങനെ എന്ത് സംഭവിക്കും? ഒരു ബാക്ടീരിയാസും ഒരു മൈക്രോ ഓർഗാനിസംസും ഇങ്ങനെ ഉപ്പിലിട്ട ഭക്ഷണ പദാർത്ഥങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഉപ്പിലിട്ട് വെച്ചാൽ കുറേ ദിവസത്തേക്ക് കേടുകൂടാതെ ഇരിക്കുന്നത്? മനസ്സിലായോ? അപ്പൊ ഇത് മാത്രമല്ല, നമ്മൾ പഞ്ചസാര വെള്ളത്തിലും ഇതേപോലെ ചെറീസൊക്കെ, നെല്ലിക്ക, ഇങ്ങനെയൊക്കെയുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ പഞ്ചസാര വെള്ളത്തിൽ സ്റ്റോർ ചെയ്യാറില്ലേ? ആ സമയത്തും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് ഫുഡ് ഐറ്റംസ് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഈ സോൾട്ട് സൊല്യൂഷനിലുള്ള സോൾട്ട് എന്ത് ചെയ്യും? ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലെ വാട്ടർ കോണ്ടന്റ് വലിച്ചെടുക്കും. കൂടാതെ അതിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെങ്കിൽ, സൂക്ഷ്മജീവികൾ ഉണ്ടെങ്കിൽ, അതിലുള്ള വെള്ളം കൂടെ എന്ത് ചെയ്യും? വലിച്ചെടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ മൈക്രോ ഓർഗാനിസത്തിന്റെ സൈറ്റോപ്ലാസം നശിച്ചു പോകും. അങ്ങനെ ഈ മൈക്രോ ഓർഗാനിസംസ് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. അപ്പോൾ സംഭവം മനസ്സിലായ മക്കൾക്ക്? ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.